അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റെല്ലാ ഭാഗത്തും കൽപ്പിക്കുന്നത് പോലെ ഈ ഭാഗത്തിന് ഈ യുദ്ധത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ജോഷുവ റിസീവ്ഡ് ദ പ്രോമിസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെതായിരിക്കുന്ന വാഗ്ദത്തം യോശുവയ്ക്ക് കിട്ടി. നിങ്ങൾക്കറിയാം, വിളിച്ചു ബോധിച്ചപ്പോൾ പറഞ്ഞൊരു വേർഡുണ്ട്, യോശുവേ, ഒരു മനുഷ്യനും നിന്റെ ഭാഗം നിൽക്കത്തില്ല. ആ ഫസ്റ്റ് വാക്യത്തിൽ ആ പ്രോമിസിൽ നിൽക്കുവാനല്ല യോശുവ ആഗ്രഹിച്ചത്. തൻ്റെ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് കടന്നു പോകുന്നതും ഓരോ ശത്രുവിനെ താൻ പരാജയപ്പെടുത്തുമ്പോഴും സ്ഥലം മുഴുവൻ തനിക്ക് അവകാശമായി ലഭിക്കുമ്പോഴും താൻ ഒന്നാഗ്രഹിച്ചു, കഴിഞ്ഞ നാളുകൾ സംസാരിച്ച അതേ ദൈവത്തിൻ്റെ സ്വരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദര, ഇന്നലെ കിട്ടിയ പ്രോമിസിൽ മാത്രം നിൽക്കരുത്. അത് തന്നെയാ പ്രോമിസ്. പക്ഷെ ഒരു കാര്യം വേണം, ഈ ദൈവം ഇന്നലെ അരുളി ചെയ്തവനാകുന്നുവെങ്കിൽ, ഇന്നലെ എനിക്ക് വാഗ്ദത്തം തന്നവനാകുന്നുവെങ്കിൽ, ഇന്നത്തെ പ്രശ്നത്തിലും അവൻ വാഗ്ദത്തം തരുവാൻ മതിയായവൻ.